ഡിസംബർ 20 ശുക്രന് കാലേക്കളത്തിൻ്റെ 8ാം ഭാവത്തിലായിരുന്നു ശുക്രൻ നിന്നിരുന്നത്. അപ്പം അവിടുന്ന് 9ാം ഭാവം എന്ന് പറയും. 9ാം ഭാവം അതായത് ധനുരാശിയിലേക്ക് വൃശ്ചികൻ രാശിയിലായിരുന്നു ഈ നിന്നിരുന്നത്. വൃശ്ചികൻ രാശിയിൽ നിന്ന് ഈ ശുക്രന് ധനുരാശിയിലോട്ട് മാറുന്നു. അപ്പോൾ 8ൽ നിന്ന് 9ലോട്ട് മാറുന്നു. പൊതുവെ 8 പറഞ്ഞാൽ അത്ര നല്ലതല്ല. 9 പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ഈ ഭാഗ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പല ഗെയിന്, അതുപോലെ ഹയർ സ്റ്റഡീസ്, അതുപോലെ ലോങ് ജേർണി, ഫ്ലൈറ്റിലൊക്കെ കയറി അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ കയറി ദൂരെ ട്രാവൽ ചെയ്യുന്നത്, എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് അല്ലെന്നൊരു സ്പെക്കുലേറ്റീവ് ഗെയിന്, അങ്ങനെയുള്ള ഒരുപാട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷന്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പൊതുവെ പാകിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഗെയിൻ, അതായത് സ്പെക്കുലേറ്റീവ് ഗെയിൻ എന്നാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടുതരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ. ശുക്രൻ എന്ന സമ്പത്തിൻ്റെ ഗ്രഹമാണ്. കാരണം സമ്പത്തില്ല പിന്നെ ലോകത്തിൽ ഒന്നുമില്ല. അതുപോലെ നല്ല ഇത് ശുക്രൻ നിൽക്കുന്ന ആൾക്കാർക്ക് മെഡിക്കലി ഉള്ള പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കൊണ്ടുവരും. പ്രത്യേകിച്ച് ഈ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ശുക്രനെ കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ശുക്രനെ പോസിറ്റീവാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയുടെ ഒടുവിൽ പറഞ്ഞു തരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കേൾക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ്. ഈ നമ്മുടെ ഈ ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ രാശിയുടെ അടിസ്ഥാനത്തിലാണ്, ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തില്ല. രാശിയുടെ അടിസ്ഥാനത്തിലാകുമ്പോൾ 100% അക്യുറേറ്റ് ആവുകയില്ല. കാരണം ഓരോരുത്തരും ലഗ്നം മാറി മാറിയിരിക്കും. പക്ഷേ നിങ്ങളുടെ ലഗ്നം ഈ പറയുന്ന ഇപ്പം ധനുരാശിയിലാണ് നിൽക്കുന്നവർ, നിങ്ങൾക്കത് 100% ഫേവറബിൾ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഈ ശുക്രന് ചില ആൾക്കാർക്ക് ശുക്രദശയൊക്കെ ഉണ്ട്. ആ ശുക്രദശയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്ന് ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ഒരു പീരീഡിൽ കുറേ കൂടെ ഇപ്പോഴത്തെ അവർക്കുള്ളതിൻ്റെ ഒരു 10 times ഗുണങ്ങൾ കൂടി കിട്ടുമെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ്, ഫൈനാൻസ് പൈസയുടെ ഗ്രഹമാണ്, ആർഭാടമാണ്, വീടാണ്. അങ്ങനെ വീട്, വണ്ടി, വാഹനം, അങ്ങനെ ബന്ധപ്പെട്ട എല്ലാം ഈ ശുക്രനാണ്. അതുപോലെ ആർഭാടം, ആഡംബരം, അതുപോലെ നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുന്ന, നല്ല മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്നത്, അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽപ്പെട്ട, അതുപോലെ അഭിനയം, കലാ, സാഹിത്യം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ, അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ചില ഇപ്പം പിജിയനെ അല്ലെങ്കിൽ മയില്, അപ്പോൾ ഇതെല്ലാം ഈ ഒരു റേഡിയേഷൻ വരുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശുക്രൻ നമ്മുടെ ജീവിതത്തിലോട്ട് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു നിമിഷം മതി, ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കുകയായിരിക്കും. എങ്ങനെ നമുക്ക് ആ ശുക്രൻ സമ്പത്ത് കൊണ്ട തരുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ശുക്രൻ ഒരു നിമിഷം മതി. പലരുടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പലരുടെയും ജീവിതം മാറി മറിഞ്ഞതും, വലിയ ലോട്ടറി അടിച്ചതും, വലിയ അല്ലെന്നില്ല നല്ല ഓപ്പർച്യൂണിറ്റി ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അല്ലെന്നില്ല പാടാനൊക്കെ ഉള്ള ചില ആൾക്കാർക്ക്. അപ്പോൾ ഒരു എൻട്രി കൊണ്ട് ജീവിതം മാറി മറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ബിഗ് ബോസിനകത്ത് ഒരു ലേഡി ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അനുമോള്, അപ്പോൾ അവരുടെയൊക്കെ എങ്ങനെ ജീവിതം മാറി മറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യത്തിലും നമ്മൾ അവരുടെ ആയിട്ടുള്ള ഈ ഒരു ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സമ്പത്തും സൗഭാഗ്യം, വണ്ടി, വീട് എല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടത്. എല്ലാ ആഡംബരം, ഇവിടുത്തെ ഡാൻസ്, ബാറ്, അത് കള്ള റിലേറ്റഡ് ആയിട്ടുള്ള മിങ്കിൾ വിത്ത് ലേഡീസ് എല്ലാം ശുക്രനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ശുക്രൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. മെയിന് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ശുക്രനെ പോസിറ്റീവാക്കാനുള്ള കർമ്മ ഒടുവിൽ പറഞ്ഞുതരാം. അതല്ല, അതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ശുക്രൻ്റെ അപ്പം ഇമ്പോർട്ടൻസ് പറഞ്ഞ് ഈ ഒരു ശുക്രനെ നമ്മൾ പോസിറ്റീവായിട്ട് വെക്കണം. പ്രത്യേകിച്ച് 12നും 24നും ഇടയിലുള്ള പെൺകുട്ടികളൊക്കെ എന്നാൽ ശുക്രൻ്റെ റേഡിയേഷനാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോട് മിസ്ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ പാസ്റ്റ് ലൈഫിലായാലും കഴിഞ്ഞ ജന്മത്തിലായാലും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബിഹേവിയറൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ശുക്രൻ പലപ്പോഴും നെഗറ്റീവായിട്ട് വരും. നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ഒരുപാട് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ്, നമുക്ക് ഇവൻ ലേഡീസിനായാലും സെക്സ് ഓർഗനുമായിട്ടുള്ള ഡിസീസ്. അപ്പോൾ അങ്ങനെ എല്ലാ പല രീതിയിലുള്ള മെഡിക്കൽ അസ്ട്രോളജി, അതുപോലെ ഈ പറയുന്ന സിസ്റ്റ്, എന്തെങ്കിലും ഒരു സിസ്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐസ്, സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, നേഴ്സ് ഡിസോർഡർ,
അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള അസുഖങ്ങളും അല്ലെന്നൊരു ജെനിറ്റൽ ഡിസീസ്, വനേറിയൽ ഡിസീസ്, ഓവേറിയൻ ഡിസീസ്. അപ്പോൾ വനേറിയൽ സെക്സ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ്, അല്ലെങ്കിൽ അസുഖങ്ങൾ, അല്ലെങ്കിൽ ഓവറിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ യൂട്രസിനുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല അസുഖങ്ങളും ഈ ശുക്രനാ കൊണ്ടുതരുന്നതെന്ന് മനസ്സിലാക്കിക്കാണും. അപ്പോൾ ഈ ശുക്രൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ 1-ാം ഭാവം 2-ാം ഭാവത്തിലൊക്കെ ശുക്രനൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വേണമെന്നൊരു അണിഞ്ഞ് പൊട്ടും തൊട്ടും ഒക്കെ എടുക്കുന്ന നല്ല ആർപ്പാടമായിട്ട് നടക്കുക, അല്ലെന്നൊരു അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ലതായിരിക്കും. അവർക്ക് അനുഭവം, അല്ല അഭിനയം, അല്ലെന്നൊരു കലാ സാഹിത്യത്തിനോട് ഇത് വാസന കൂടുതൽ, അണിഞ്ഞൊരുങ്ങി നടക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ശുക്രനെ പറ്റി പറയാനുണ്ട്. മകരൻ രാശി എന്ന് പറഞ്ഞാൽ ഉത്തരാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ പകുതി. അപ്പോൾ എത്രയാണ് മകരൻ രാശി. ഇപ്പം മകരൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ശുക്രൻ 12-ലാണ്. അപ്പോൾ ഇവർക്ക് പല രീതിയിലെ ഇത് നിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ അനുകൂലമായിട്ട് വരാൻ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നുള്ള ഒരു ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ, വണ്ടിയൊക്കെ വാങ്ങിക്കാനുള്ള പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വണ്ടി വാങ്ങിക്കാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വീട് മൂട് പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ, വീട് മൂടി പിടിപ്പിക്കാനൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ വീട്ടിൽ നല്ല മംഗളകരമായിട്ടുള്ള നല്ല രീതിയിലുള്ള നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാകുക, നല്ല കാര്യങ്ങൾ നടക്കുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. മാത്രമല്ല ചില ആൾക്കാർക്കൊക്കെ പുതിയ വീടൊക്കെ വെക്കാനുള്ള ആഗ്രഹിക്കുന്നത്, അല്ല വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ ഒരു പറ്റിയ സമയമാണ് ഈ ഒരു ശുക്രൻ്റെ മാറ്റത്തിൽ കൂടെ വരുന്നത്. ഫോറിൻ ട്രാവൽ ചെയ്യാൻ, വെളിയിലൊക്കെ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അതിൽ ഫോറിൻ ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ചില അസുഖങ്ങളൊക്കെ മൂർച്ഛിച്ചിരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ശമനം ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഹൈ മെഡിസിനൊക്കെ യൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോസ് കുറയ്ക്കാനെടുക്കാൻ അങ്ങനെ ഒരു ഇച്ചിരി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പേടിച്ച് നടന്നിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അവർക്കുള്ളത്, അതുപോലെ അസ്ട്രോളജി റിലേറ്റഡ് അല്ല ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊരു താല്പര്യം ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത് പൊതുവേ നിലവിലുള്ള ഇവർ. അതുപോലെ ജോലി ഇല്ലാതെ ജോലിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ പൈസ ക്രെഡിറ്റ് കാർഡൊക്കെ അടച്ച് തീർക്കാൻ ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് അത് അടച്ച് തീർക്കാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പിന്നെ ബാങ്കിൽ നിന്ന് ചിലപ്പോൾ ലോണൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കിട്ടാതിരുന്ന ആൾക്കാർക്ക്, കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അതിപ്പോൾ കിട്ടാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ നിലവിലുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് വാക്ക് പാലിക്കാൻ പറ്റാതെ പൈസ സമയത്ത് കൊടുക്കാൻ കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാൻ, അല്ലെങ്കിൽ KSF ചിട്ടിമാരിയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അത് നമുക്ക് കിട്ടാനുള്ള അങ്ങനത്തെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ ഓൺലൈൻ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അത് ജോബുമായിട്ട് ബന്ധപ്പെട്ടല്ല പുതിയ കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. ഒരു രാശിക്കാർക്ക് ശുക്രനും നല്ല രാഹുവും ഒക്കെ കണക്ഷനുള്ളൊരു 100% ഒരു ലോട്ടറി വരെ അടിക്കാനുള്ള യോഗമുണ്ട് ഈ ഒരു സമയത്ത്. കാരണം അങ്ങനെയുള്ള അതുപോലെ ആ ഒരു വെൽത്ത് മൾട്ടിപ്ലൈ എടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. പല കാര്യത്തിലും ചില കാര്യങ്ങൾക്കൊക്കെ വ്യസനത്തോടെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിരുന്നതിന് അതിനകത്ത് ഒരു ശമനം വരാനും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു പൊതുവെ കുഴപ്പമില്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ളത്. അപ്പോൾ ഒന്നിച്ചിട്ട് മോശമാണെന്നൊരു അടുത്ത് നമുക്ക് അനുകൂലമായിട്ട് എല്ലാം നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കുകയില്ല. എന്നാലും പൊതുവേ വലിയ കുഴപ്പമില്ലാത്ത ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു നല്ല ഗ്രഹമായതുകൊണ്ട് നമുക്ക് പലതും നമുക്ക് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യത്തെപ്പോലും ഒരു പരിധി വരെ നമുക്ക് പോസിറ്റീവാക്കി തരുന്നതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാം നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കുകയില്ല. ചെറിയ ചെറിയ ചേഞ്ചസ് കാര്യങ്ങളെ ഒക്കെ കാണും എന്ന് വിചാരിക്കുക. അപ്പം ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്കിത് നെഗറ്റീവായിട്ടുണ്ടെന്നൊരു അടുത്ത ഈ രാശി മാറ്റത്തോടു കൂടി നമുക്കത് ഇപ്പം ഉണ്ടായിരുന്ന ചില നല്ല കാര്യങ്ങൾ അഴുക്കായിട്ട് വരാനോ മോശമായിട്ട് വരാനോ അല്ല മോശമായിട്ടിരുന്ന പല കാര്യങ്ങളും നല്ലതായിട്ട് വരാനും അങ്ങനെ സാഹചര്യങ്ങളിൽ ട്രാൻസിഷൻ്റെ ആ ഒരു പീരീഡിൽ അങ്ങനെയുള്ള പല മാറ്റങ്ങളും വരും. പിന്നെ ഒന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഗ്രഹത്തെ മാത്രം നമ്മൾ നോക്കിയിട്ട് ശുക്രനെ മാത്രം നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും വിധി എഴുതാൻ പറ്റുകയില്ല. പിന്നെ പല ഗ്രഹങ്ങളും വ്യാഴം നല്ല ഗ്രഹമാണ്,
അങ്ങനെ പല ഗ്രഹങ്ങളുമായിട്ടുള്ള അലൈൻമെൻറ്റ് ഏതൊക്കെ ഡയറക്ഷൻ 159, 26, 10, 3711 അങ്ങനെ ഏതൊക്കെ ഗ്രഹത്തിൻ്റെ അലൈൻമെൻ്റ് ഉള്ളതിനനുസരിച്ചും ചില വ്യത്യാസങ്ങൾ വരുമെന്നുള്ളതോട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ റെമഡി, ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള റെമഡി ഒന്ന് നോക്കാം. ശുക്രനെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മുടെ നെയ്യ് കൊണ്ട് തിലകം തൊടുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ വെണ്ണ അല്ലെങ്കിൽ വെണ്ണ ദാനം ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അന്ധർക്ക്, മുടന്തർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് വെണ്ണ ദാനം ചെയ്യുക, അല്ലെങ്കിൽ നെയ്യ് ദാനം ചെയ്യുക. അത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ 12നും 24നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് ദാനം ചെയ്യുക. മേക്കപ്പ് സെറ്റ് അല്ല, നല്ല അണിഞ്ഞൊരുങ്ങാനുള്ള ഈ പറഞ്ഞ പല സംഭവം റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻ തുണിത്തരങ്ങളാണ്, ടെക്സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് ബന്ധപ്പെട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺമഷി, ആ മേക്കപ്പ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് 12, 24നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുക. അതേമാതിരി ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുക. പ്രത്യേകിച്ച് അതേമാതിരി സ്വന്തം വൈഫിനെ പോലും നല്ല ബന്ധം ഉണ്ടാക്കുക, അല്ല വൈഫിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും ശുക്രൻ എന്ന് പറഞ്ഞാൽ വൈഫും ശുക്രൻ്റെ റേഡിയേഷനാണ്. അപ്പോൾ വൈഫിനെയൊക്കെ നല്ല സന്തോഷ സ്നേഹമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പൈസ എവിടെ നിന്ന് വരും. വേണ്ടി വന്ന ചില എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ കാല് ഞെക്കി പാദസേവ എന്ന് പറഞ്ഞത്, ലേഡീസിൻ്റെ പാദസേവ, വൈഫിൻ്റെ പാദസേവ ചെയ്തതിന് കാല് ഞെക്കി കൊടുക്കുക. അങ്ങനെ പോലും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട്. അതുപോലെ ഭൈരവലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ഓം ദുർഗായ നമഃ എന്ന ദുർഗയുടെ മന്ത്രമുണ്ട്. അത് ദുർഗയുടെ ഇത് നല്ല ഇതാണ്. അതുപോലെ ശകല തൈരിട്ടിട്ട് കുളിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള സംഭവമാണ്. അതുപോലെ പശുവിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്ന, പശുവിനല്ല പഴം കൊടുക്കുക. പശുവിന് പഴം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 3 പഴം കൊടുത്തു കഴിഞ്ഞാൽ ശുക്രനെയും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് പശുവിന് പഴം കൊടുക്കുക. പിന്നെ ദുർഗാചാര്യ സഹ വായിക്കാനുള്ള. പിന്നെ ഏറ്റവും നല്ലതാണ് കൽക്കണ്ടം ദാനം ചെയ്യുന്നത്. കൽക്കണ്ടം പ്രത്യേകിച്ച് അന്ധർക്ക്, മുടന്തർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. അല്ലെന്നൊരു കൽക്കണ്ടം നിങ്ങൾക്ക് ഏത് മതസ്ഥരായിക്കോട്ടെ, ഇവിടെ ജാതി മതം വിഷയമല്ല, നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ കൽക്കണ്ടം ദാനം ചെയ്യുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ളത്. അതുപോലെ ലഡ്ഡു, മധുരഫലഹാരങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് നല്ല വെണ്ണയൊക്കെ കലർത്തിയുള്ള നല്ല രീതിയിലുള്ള ലഡ്ഡു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പലഹാരങ്ങൾ ദാനം ചെയ്യുന്ന ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതുപോലെ ടെമ്പിളിൽ ഗീ കൊടുക്കുക, അതും ശുക്രനെ പോസിറ്റീവ് ആക്കാനാണ്. പിന്നെ ഏറ്റവും നല്ലത് വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുക. പ്രത്യേകിച്ച് ഈ ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ്. അതുപോലെ ഭൈരവലക്ഷ്മി വ്രതമെടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബർത്ത് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ബർത്ത് ചാർട്ടിനകത്തൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത്, നെഗറ്റീവായിട്ട് നിൽക്കുന്നത്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു രീതിയിലുള്ള ഗ്രഹങ്ങളുടെ അലൈൻമെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം ഓരോരുത്തരുടെ. കാരണം നമ്മൾ ബൃഹനാടി, നക്ഷത്രനാടി, KP അസ്ട്രോളജി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ പഞ്ചപക്ഷി, പല കാര്യങ്ങളുണ്ട്, ന്യൂമറോളജി, മൊബൈൽ നമ്പർ. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടേഷനോ പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഗ്രൂപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.